ഗുഡൻ ടാഗ്. ഇന്നൊരു സൺഡേ ആണ്. യെസ്, കാലത്ത് തന്നെ നല്ല എനർജി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പെട്ടിക്കൈസ്. സോ ഇന്ന് 10 മണി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരും. സമയം എത്രയെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ 10 മണി കഴിഞ്ഞാൽ റിസൾട്ട് വരും. സ്പീക്കിങ്ങിൻ്റെയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ഗൈസ്. എനിക്ക് നിങ്ങളോട് എൻ്റെ സ്പീക്കിംഗ് എക്സാമിൻ്റെ എറഫാറൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. എക്സാമിന് ഡേറ്റ് എടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ആദ്യം ഷെയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം. ആക്ച്വലി ഈ ഒരു എക്സാം ഞാൻ എഴുതുന്നത് 2 years ago ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ റീചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. സോ ഇത് ഞാൻ റീചെക്ക് ചെയ്യുന്നതാണ്, ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ ചീറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇതൊരു റീക്രിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ റീചെക്ക് ചെയ്യുന്നതാണ്. സോ ഈ ഒരു എക്സാം ഡേറ്റ് എടുത്ത സമയത്ത് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എക്സാം എടുത്ത ഡേറ്റ് ഓണത്തിൻ്റെ അന്നാണെന്ന്. അതെ ഗൈസ്, അതായത് 23-ത്തെ ഓണത്തിൻ്റെ അന്നാണ് ഞാൻ ഈ ഒരു സ്പീക്കിംഗ് എക്സാം എടുത്തത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഒന്നും നമ്മൾ നോക്കാറില്ല. പിന്നെ നമ്മൾക്ക് ഓണം വന്നാൽ അധികം ആഘോഷിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എല്ലായ്പ്പോഴും ഒരു മെമ്മറിയാണ് ഓണത്തിന് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഓണം പോയിട്ടുണ്ട്. അതെൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഞാനൊരു ഓണം വളരെ വിശദമായിട്ടങ്ങ് നശിപ്പിച്ച് കാട്ടി കളഞ്ഞു. നമുക്ക് ഓണം അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ, എനിക്ക് അനശ് തന്നെയാണ് കേട്ടോ ഡേറ്റ് എടുത്ത് തന്നത്. എനിക്ക് അനശ് ഡേറ്റ് എടുത്ത് തന്നു. ഞാൻ സ്പീക്കിംഗ് ആണ്, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ആണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കിട്ടാവുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറം ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അതായത് കാലത്തൊട്ട് ഉച്ച വരെ, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയും. അതിനുശേഷം 4 മണി തൊട്ട് 7 മണി വരെ വീണ്ടും പഠിക്കും. പിന്നെ ഒരു 10 മണി വരെ, അങ്ങനെ ഒരുപാട് വട്ടം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എന്നെ കൊണ്ട് ഞാൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടും ഞാനൊരു സാറ്റിസ്ഫൈയിങ് ലെവലിലോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടായി. ഞാൻ പുറത്ത് വന്നേക്കാണ്. ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ എഴുതണം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം പറ്റുന്നു അത്രത്തോളം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇപ്രാവശ്യം കൂടെ ആരും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് വട്ടം ഞാൻ ഒറ്റയ്ക്ക് പോയി, അതായത് ആൽഫിൻ്റെ ഒപ്പം പോയി. സെക്കൻഡ് വട്ടം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വ്ളോഗർ മച്ചാൻസിൻ്റെ ഒപ്പം വ്ളോഗർ മച്ചാൻ്റെ അടുത്തേക്കാണ് പോയത്. അതായത് ഒരു ദിവസം നേരത്തെ ചെന്നു റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ മറ്റേ ചെന്നൈയിലെത്തിയപ്പോൾ വ്ളോഗർ മച്ചാനെ ഞാൻ വിളിച്ചു. ആൽബിൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആൽബിൻ ചേട്ടൻ പറഞ്ഞു, എടാ നീ നേരെ വണ്ടി കയറി ഇങ്ങോട്ട് പോ. അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്. അവിടുന്ന് 10 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആളുടെ ലൊക്കേഷനിലെത്തും. അങ്ങനെ ഞാൻ നേരെ ആളുടെ അടുത്തേക്ക് പോയി. ആൾ ആ സമയത്ത് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് 4th ഇയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളൊരു വ്ളോഗർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കിട്ടിയ ഒരു കണക്ഷനാണ്. അങ്ങനെ ഒരു കിട്ടിയ കണക്ഷൻ മാത്രമല്ല, ആസ് എ ബ്രദർ എനിക്ക് അങ്ങനെ ഒരാളുണ്ട് ചെന്നൈയിൽ. ഇപ്പോഴും ഞാൻ വിളിച്ചാൽ പോലും ആ ഒരു ഇതാണ്. സത്യം പറയാലോ, എനിക്ക് സോഷ്യൽ മീഡിയസിൽ കൂടെ കിട്ടിയ കണക്ഷൻസിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയാണത്. അത് ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. SRM കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെ കാണിച്ചു തന്നു. അതിന് ശേഷം അവിടെ ഇരുന്ന്, അതായത് റൂമിലിരുന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. അതിന് ശേഷം പിറ്റേ ദിവസം കാലത്താണ് ഞാൻ എക്സാമിന് പോകുന്നത്. ഭയങ്കര നെഗ്ഗാണ്. കാരണം ഞാൻ എത്ര അങ്ങ് പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് സാറ്റിസ്ഫൈയിങ് ആവുന്ന ഒരു റേഞ്ചിലോട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എത്രത്തോളം അങ്ങ് ട്രൈ ചെയ്തിട്ടും നമ്മൾ ആ ഒരു സാറ്റിസ്ഫൈയിങ് ലെവലിൽ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ, അത് ഈവൻ തലേദിവസം പോലും ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായ ഒരു PDF എടുത്ത് ഞാൻ തലേദിവസം വരെ ഞാൻ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഇതാവുന്നില്ല. ജസ്റ്റ് ഓക്കെ എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ വരുന്നോർത്ത് വെച്ച് കാണാം, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ളൊരു മൈൻഡിലാണ് നിന്നുണ്ടായത്. അങ്ങനെ ഞാൻ ഗോയിത്തെ സെൻറ്ററിൽ എത്തി. നമുക്ക് എക്സാം പ്രൂഫിങ് ഉണ്ടായത് ഉച്ചയ്ക്കായിരുന്നു.
അപ്പോൾ അവിടുന്ന് ട്രെയിനിൽ കയറിയപ്പോൾ എനിക്കിന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ജസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സബർബൻ ഇലക്ട്രിക് ട്രെയിൻ. അപ്പോൾ ഇലക്ട്രിക് ട്രെയിനിൽ കയറി സീറ്റ് ഉണ്ടായില്ല. അത്യാവശ്യം തിരക്കാണ് കേട്ടോ. അതായത് ഇലക്ട്രിക് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ ഈ സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സീറ്റിൽ ഇരിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും വേറൊരു അപ്പാപ്പൻ ചാടി കയറിയിരുന്നു, ഒരു തമിഴൻ അപ്പാപ്പ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ അവന്മാരൊക്കെ എന്താണ് ഇങ്ങനെ ചാടി കയറി എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിന്നു. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്, ഇവന്മാരെന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകും, നമ്മുടെ ലഗേജൊക്കെ ഉള്ളതാണല്ലോ, അപ്പം അങ്ങനെ അടിച്ചുകൊണ്ട് പോകുമെന്നുള്ള നല്ലൊരു ടെൻഷനും പേടിയും എനിക്കുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇതായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് ആ അപ്പാപ്പൻ്റെ സ്ഥലം എത്തിയതിന് ശേഷം ഇറങ്ങാൻ നേരത്തെ എന്നെ വിളിച്ച് ആ സീറ്റ്, അതായത് ഒരു സ്റ്റോപ്പിന് മുമ്പ് ആളെന്നെ അവിടെ വിളിച്ച് ഇരുത്തിയിട്ടാണ് പോയത്, വേറൊരാൾക്കും കൊടുക്കാണ്ട്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആൾക്കാർ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും മലയാളീസിനേക്കാളും ബെറ്ററാണ് തമിഴ് പീപ്പിൾസ്. എക്സാം സെൻറ്ററിൽ ചെന്നു. അങ്ങനെ എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാലക്കുട ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ ഒപ്പം ഉണ്ടായ സീനിയേഴ്സാണ് 2 പേര് അവിടെ വന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഒരു ഇതായി. അവർക്ക് 2 പേർക്കും സ്പീക്കിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞു. സ്പീക്കിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഇനി. ഉച്ച കഴിഞ്ഞു ഗോയിത്തെ, അതായത് നമ്മുടെ ചെന്നൈ ഗോയിത്തെ സെൻറ്ററിലേക്ക് ആദ്യം ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കി അകത്തേക്ക് കയറ്റി. അവിടെ കാലത്ത് ലേസനും ഹ്യോറനും ഷൈബനുമാണ്. അപ്പം അങ്ങനെ ഷൈബൻ കഴിഞ്ഞപ്പോൾ സ്പീക്കിങ്ങിനുള്ള എല്ലാവരും വിളിച്ചു. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. ഞാനൊരു 10-10:30 ആയപ്പോഴേക്കും 11:30 ആയപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നേരെ അകത്തേക്ക് കയറ്റി. ഇനി പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഗോയിത്തെ സെൻറ്ററിൽ, അതായത് ചെന്നൈ ഗോയിത്തെ സെൻറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ലൈബ്രറിയും കഫ്തേരിയാണ് ഏറ്റവും ടോപ്പിൽ. നല്ല സ്ഥലമാണ് കേട്ടോ. അവിടെ ഏറ്റവും ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാം. പിന്നെ ചെന്നൈ ഗോയിത്തെ സെൻറ്ററിൻ്റെ ചുറ്റും മരങ്ങളാണ്. അപ്പം നല്ല പച്ചപ്പുള്ള നല്ല ഏരിയ ആണ്. അപ്പം ഞാനങ്ങനെ ഏറ്റവും ടോപ്പിൽ ഇരുന്നു. അപ്പോൾ അവിടെ 1-2 മലയാളീസ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ മലയാളീസുമായിട്ട് കമ്പനിയായി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബാക്കി ഏത് എക്സാം ആണെങ്കിൽ പോലും നമുക്ക് കമ്പനി അടിച്ചിരിക്കാം, പക്ഷെ ഇതങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഞാൻ വിശക്കണോണ്ട് തന്നെ അവിടെ കഫ്തേരിയയിൽ നിന്ന് ഒരു മറ്റേ ഇത് വാങ്ങി, അതായത് ബ്രെഡ് ഓംലെറ്റ്. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റു ഫീലിങ്സ് ആട്ടോ. അതായത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ക്രീം മറ്റേ ബണ്ണില്ലേ, ഈ ആ ബെന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ നടുക്കിൽ മറ്റേ സാധനം വെച്ച ഒരു സാൻഡ്വിച്ച് മോഡലിലാണ് അവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് എനിക്ക് തന്നത്. അതിനുശേഷം ഒരു ഗ്രേപ്പ് ജ്യൂസ് എന്തോ സ്ക്വാഷ് പോലെയാണ്. എന്തായാലും അത് രണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ അത് രണ്ടും കഴിച്ചു. അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ടെൻഷൻ്റെ ഒരു പീക്ക. സത്യം പറയാം, ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റിലും ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ, അയ്യോ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുടാ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന് ഒട്ടിച്ചു. അതായത് PTN നമ്പർ വെച്ചിട്ടാണ്, നമ്മുടെ പേരൊന്നും അവിടെ ഇല്ല, PTN നമ്പർ വെച്ചിട്ടാണ് നമുക്ക് പാർട്ട്നേഴ്സിനെ തരിക. അപ്പോൾ അങ്ങനെ പാർട്ട്നേഴ്സിനെ തന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഒപ്പം എൻ്റെ സീനിയറായിരുന്നു എൻ്റെ പാർട്ട്ണർ ഇരിഞ്ഞാലക്കുടയിൽ. അപ്പം തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ കുറഞ്ഞു, പക്ഷേ വീണ്ടും കൂടി എന്ന് പറയാം. കാരണം നമ്മുടെ സീനിയറാണ്, B2 കഴിഞ്ഞ ആളാണ്, നല്ല പഠിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പോയി. അങ്ങനെ ഞാൻ വീണ്ടും അങ്ങനെ കയ്യിൽ നിന്നെല്ലാം പോയി. എന്നിട്ട് ഞങ്ങളിതേ എക്സാമിന് വിളിച്ചു. അപ്പോൾ വന്ന് വിളിച്ചപ്പോഴാണ് ഏറ്റവും വലിയൊരു ഇത്. അവർ നമ്മളെ സാർ വരാനാണ് പറഞ്ഞത്. സാർ എന്നാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ? റെസ്പെക്റ്റ് കുറച്ചൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു. അങ്ങനെ എക്സാം നമുക്ക് തന്നു. എനിക്ക് അവിടെ കിട്ടിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോണ്ടാക്ട് വിത്ത് നഹ്ബാൻ എന്നായിരുന്നു. സത്യം പറയാം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആ ഒരു ടോപ്പിക്ക് കണ്ടിട്ടുമില്ല, പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ എല്ലാം ഒരുവിധം ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പാർട്ണർ പറഞ്ഞു, എടാ അത്ര പോരാ, കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആകെ ഡെസ്പായി. ഒരു വട്ടം കൂടെ
എഴുതാം എന്നുള്ള ഒരു മൈൻഡിൽ ഭയങ്കര ഡെസ്പായി. ഞാൻ അപ്പം തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു ഇതായി. പക്ഷേ ആകെ കൂടെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിച്ചതിനെല്ലാം ഞാൻ ഉത്തരം എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ മിണ്ടാണ്ട് ഇരുന്നിട്ടില്ല. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്തിട്ടുമുണ്ട്, നന്നായി ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ തേമ അത്ര ഗംഭീരമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കണേനെ എല്ലാത്തിനും ഞാൻ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ടത്രയും പറഞ്ഞിട്ടില്ല. ഒരു സാറ്റിസ്ഫൈയിങ് ലെവൽ എന്നുള്ളത് എത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല. അതായത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇത് പോയി. അത് ഞാൻ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ്. എൻ്റെ ഒപ്പം വേറൊരു നമ്മുടെ ഒരു ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ബിൻഡോ. അപ്പോൾ ആൾക്ക് ലേശം വയ്യാണ്ടായി. അപ്പോൾ ആളെയൊക്കെ കൂട്ടി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോയി. അപ്പോൾ ഞാനാകെ പോയി. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 ദിവസത്തിന് ശേഷം റിസൾട്ട് നോക്കുകയാണ് ചെയ്തത്. സോ നമുക്ക് റിസൾട്ട് അകത്ത് പോയിട്ട് നോക്കാം. ഓക്കെ, റിസൾട്ട് നോക്കാൻ പോവാണ്. റിമെമ്പർ ഞാൻ ഏകദേശം ടെൻഷൻ ലിറ്ററലി ഞാൻ എക്സാം എഴുതി 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു ടെൻഷൻ, ആ ഒരു സങ്കടം, ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ മാക്സിമം ഒറ്റവട്ടത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ എവിടെ ഇതാ ഷൈബൻ ഇതെവിടെ സ്പ്രഹൻ 28/23 എക്സാം എഴുതിയത്. സോ ഞാൻ കാണിക്കാൻ പോവാണ്. എക്സാം ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ 1 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു അതിൻ്റെ ടൈം. അയ്യോ, എക്സാം റിസൾട്ട് എടുത്ത് നോക്കാൻ പോവാണ്. ലിറ്ററലി അയ്യോ, ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, യെസ്, എനിക്കെൻ്റെ ഷൈബൻ കിട്ടിയ ഒരു മൊമെൻ്റിൽ പോലും യെസ്, എനിക്ക് അതും ഇതും ഒരിക്കലും യെസ് കിട്ടി മോനെ കിട്ടി. യെസ്, ഐ എം സോ ഹാപ്പി. എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് തന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു കാര്യമുള്ളത് പറയാലോ, എനിക്കുള്ള ടെൻഷൻ ഒരു 50% ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. നിങ്ങളെ കൊണ്ട് പറ്റും, ട്രൈ ചെയ്യുക. ചിയേഴ്സ്.